കുറച്ചായല്ലേ കണ്ടിട്ട്. അപ്പം ഇന്നൊരു അടിപൊളി ചെറുപയറിൻ്റെ റെസിപ്പി ആയാലോ? ഇതിന് വേണ്ടി ചെറുപയർ നന്നായിട്ടൊന്ന് കഴുകി ഒരു 4-5 വിസിലടുപ്പിച്ചെടുക്കാം. ഓരോ കുക്കറിനനുസരിച്ച് വേവിൽ വ്യത്യാസം വരും. ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. ഒരു മീഡിയം സൈസിൽ ഒരു സവാള ഒന്ന് കട്ട് ചെയ്തെടുത്ത് ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. ഇനി 2 പച്ചമുളക് ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. തക്കാളിയിൽ വെള്ളമൊക്കെ പോയി വരുന്ന സമയത്ത് ചെറുപയറും ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം ഒരു പിടി നാളികേരത്തിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്കും ചെറുപയറിലൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നാളികേരം ആവശ്യാനുസരണം വെള്ളവും ചേർത്തിട്ട് കറി കുറച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ചൂടാറുമ്പോൾ കട്ടിയം ഇതുപോലെ മതി. ഇനി തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്ത് താളിക്കാനായി വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ 3 വറ്റൽമുളക് പൊട്ടിച്ചതും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയും കൊണ്ട് കറിയിലോട്ട് ഒഴിച്ചാൽ നല്ല അടിപൊളി ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. പുട്ടാണെങ്കിലും ചോറാണെങ്കിലും ഇനി ചപ്പാത്തി ആണെങ്കിലും ആപ്പാണെങ്കിലും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം എങ്ങനെയാ, ട്രൈ ചെയ്യല്ലേ?